നമ്മൾ കറക്റ്റായിട്ട് വളങ്ങളൊക്കെ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം, മഴ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2 മാസം കൊണ്ടൊക്കെ ഇതേ രൂപത്തിൽ പഴുത്ത് പാകാം. കീടശല്യം ഉണ്ടെങ്കിലും കീടശല്യം ഇല്ലെങ്കിലും നമ്മൾ അത് റൊട്ടീനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളെ ചെടികളിലേക്ക് കൂടുതലായിട്ട് ഈ മൂഞ്ഞ ശല്യം, മേലിമുട്ട അങ്ങനത്തെ ഒന്നും കീടശല്യങ്ങൾ കൂടുതലായിട്ട് വരുള്ളൂ. അപ്പോൾ ഇതൊക്കെ വരാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വൈറസ് രോഗം നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ. ഹായ്, നമസ്കാരം. ഫാസിലാണ്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നുമില്ല. ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിരുന്നു, വൈഫിൻ്റെ ഡെലിവറി ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഒരാഴ്ചയായിട്ട് കൃഷിയോ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല, വീഡിയോ എടുക്കാനൊന്നും കാര്യമായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത് എന്താ വെച്ചാൽ, എൻ്റെ വീഡിയോ കാണുന്ന കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുള്ള കുറച്ച് ഡൗട്ടുകൾ ക്ലിയർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിലൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ്, കാരണം അത്തി കൃഷിയെ കുറിച്ചിട്ടാണ് കേട്ടോ. അത്തി പ്ലാന്റ് നട്ട് അതേപോലെ അതിൽ കായൊക്കെ വന്ന് കുറച്ച് കഴിയുന്ന ടൈമിൽ കായ് കൊഴിഞ്ഞു പോകുന്നു. അപ്പോൾ തണ്ടിലൊക്കെ കറുപ്പ് രൂപത്തിൽ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ്. ഞാൻ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അത്തി പ്ലാന്റ് നമ്മളെ കാലാവസ്ഥയിൽ നമ്മൾ നടുന്ന ടൈമിൽ കൂടുതലായിട്ട് നമ്മൾ മഴ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നുള്ളത്. കാരണം നമ്മൾ പല വിദേശ ഇനം അത്തികളാണ് നമ്മളിവിടെ നടുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേൽ, തുർക്കി, അതേപോലെ ഈജിപ്ഷ്യൻ വെറൈറ്റികളൊക്കെ. അപ്പോൾ ഇതിന് നല്ല രീതിയിൽ ചൂട് കിട്ടണം, അതിൽ വെയിൽ നല്ല രീതിയിൽ കിട്ടണം. മഴ കൂടുതലായിട്ട് കിട്ടാൻ വേണ്ടി പറ്റില്ല. മഴ കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അത്തിയൊക്കെ പഴുത്ത് ഇതേപോലെ പാകമായി വരുന്ന ടൈമിലൊക്കെ ആയിരിക്കും കൊഴിഞ്ഞു പോകുക. കാരണം മഴ കൂടുതലായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ ഈ ഒരു പാകത്തിന് തൊട്ടുമില്ല. കാരണം അത്തി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ഒരു 3 മാസമെങ്കിലും എടുക്കും ഇതേ രൂപത്തിലൊന്ന് പാകമായി വരെ. നമ്മൾ കറക്റ്റായിട്ട് വളങ്ങളൊക്കെ കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം, മഴ ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ 2 മാസം കൊണ്ടൊക്കെ അത്തി ഇതേ രൂപത്തിൽ പഴുത്ത് പാകാവും കേട്ടോ. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ അത്തി പഴുത്ത് പാകമായി വരുന്നത് ഇതേപോലെ മൂട് വിണ്ട് കീറി വരുന്നതാണ് കറക്റ്റായിട്ടുള്ള പാകം. ഇതിപ്പോൾ പാകം ലേശം കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വിണ്ട് കീറി വരുന്ന ടൈമിലാണ് നമ്മൾ പറിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ മഴ കൊള്ളുന്ന ടൈമിൽ എന്താ വെച്ചാൽ, ഇതേപോലെ ചെറിയ കായ് ആയി വരുന്ന ടൈമിൽ തന്നെ ഇതിൽ തണ്ടിൽ ഇവിടെയൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടാണ് ഈ കായ് കൊഴിഞ്ഞു പോവുക. അതേപോലെ തന്നെ നമ്മൾ ചുവട്ടിലും ഇതേപോലെ മൂട് ചീഞ്ഞു പോകും കേട്ടോ. വെള്ളം അമിതമായി കഴിഞ്ഞാൽ ഈ മൂടിന്റെ ഇവിടെ ചീഞ്ഞു പോകും, ചെടികളെ നശിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ്. ഇപ്പൊ ആ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതും അതന്നെയാണ്, ഈ തണ്ടിൽ ഇവിടെയൊക്കെ കറുപ്പ് നല്ല രീതിയിൽ വന്നിട്ടുണ്ട്, ഫംഗൽ പോലെ ഇങ്ങനെ കറുപ്പ് വന്നിട്ടുണ്ട്. അതേപോലെ കായ് ഇങ്ങനെ കൊഴിഞ്ഞു പോവാണെന്നുള്ളത്. അപ്പൊ എല്ലാവരും നമ്മളൊക്കെ ആശിച്ചിട്ടാണ് ഈ പ്ലാന്റുകളൊക്കെ വെക്കുക. അപ്പൊ കായായിട്ട് നമ്മൾ കാത്തുനിന്ന് 1 മാസം 2 മാസം ഒക്കെ ആകുന്ന ടൈമിൽ ഇതേപോലെ കൊഴിഞ്ഞു പോകുന്നത് വളരെ വിഷമമാണ്. അപ്പൊ അത്തി പ്ലാന്റ് നടുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഞാൻ പല വീഡിയോയിലും ഞാൻ പറയുന്നതാണ്. കാരണം ഒന്നെങ്കിൽ നമ്മൾ ഇതേപോലെ റെയിൻ ഷെൽട്ടറിന്റെ താഴെ വെക്കാം, മഴ കൊള്ളാത്ത രൂപത്തിൽ, അതേപോലെ നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന രൂപത്തിൽ നമ്മൾ പ്ലാന്റ് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ റെയിൻ ഷെൽട്ടർ ഒക്കെ നിർമ്മിക്കാൻ കഴിയാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ ചെറിയ പോട്ടിലൊക്കെ ആയിട്ട് നടാം. ഇതിപ്പോൾ ഞാൻ ഈജിപ്ഷ്യൻ അത്തി നട്ടതാണ്, ചെറിയ പോട്ടാണ്. അപ്പോൾ നമ്മൾ ചെടീൻ്റെ വളർച്ചയ്ക്കനുസരിച്ചിട്ട് നമ്മൾ വലിയ പോട്ടാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിലൊക്കെ ഇപ്പം നിറച്ച് കായ്ച്ചതാണ് കേട്ടോ. ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ എടുത്താണ്, ഇപ്പോൾ കായൊക്കെ പറിച്ചതാണ്. ഇതിൻ്റെ പുതിയ ഇവിടെ ഞാൻ പ്രൂൺ ചെയ്ത് കൊടുത്തിട്ട് ഇവിടുന്ന് പുതിയ തെത്ത് വരികയാണ്. അപ്പോൾ ഇങ്ങനത്തെ പോട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴയുള്ള ടൈം വെച്ചാൽ നമുക്കൊന്ന് എടുത്തിട്ട് വീടിൻ്റെ സൺഷൈഡിൻ്റെ സൈഡിലേക്കോ അങ്ങനെയൊക്കെ ആക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം. പിന്നെ വെയിൽ വരുന്ന ടൈമിൽ നമുക്ക് എടുത്ത് വെക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാം. കാരണം റെയിൻ ഷെൽട്ടറൊക്കെ നിർമ്മിക്കാൻ വേണ്ടി പറ്റാത്തവരാണെന്നുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഇപ്പോൾ UV ഷീറ്റ് എന്ന് പറഞ്ഞാൽ മീറ്റർ സ്ക്വയറിന് 72 രൂപയാണ് വില. ഞാനിപ്പോൾ ഫിറ്റ് ചെയ്ത് 1 വർഷമായി. ഇപ്പോഴത്തെ റേറ്റ് ഏറി വന്ന 2 രൂപ 3 രൂപയൊക്കെ അങ്ങോട്ട് വ്യത്യാസം വരുള്ളൂ. അപ്പോൾ 72 രൂപയാണ്. അപ്പോൾ ഈ പ്ലാന്റ് അത്തി പ്ലാന്റ് വെക്കുന്ന ആ ഒരു ഏരിയക്ക് മാത്രം 2 മീറ്റർ സ്ക്വയർ ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ദാർപ്പായ വലിച്ചു കെട്ടുന്നില്ലേ, അതേ രൂപത്തിലൊക്കെ വലിച്ചു കെട്ടാം. അങ്ങനെ വരുമ്പോൾ ഒരു 200 രൂപേൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ചിലവ് വരുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വലിച്ചു കെട്ടി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ അതിന് വെയിൽ കിട്ടും ചെയ്യും, അതേപോലെ മഴ കൊള്ളാതിരിക്കും. അപ്പോൾ ഇതാണ് കാരണം അത്തി കൊഴിഞ്ഞു പോകുന്നതും അതേപോലെ അത്തി പ്ലാന്റിൻ്റെ മൂട് ചീഞ്ഞു പോകാനൊക്കെ കാരണം മഴ കൂടുതലായിട്ട് കൊണ്ടിട്ടും. അതേപോലെ അമിതമായിട്ട് വെള്ളം കൊടുക്കാനും പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ഈർപ്പം നിലനിൽക്കുന്ന രൂപത്തിൽ മാത്രം നമ്മളൊന്ന് നനച്ചു കൊടുത്താൽ മതി. കൂടുതലായിട്ട് വെള്ളം കൊടുക്കരുത്. കൂടുതലായിട്ട് വെള്ളം കൊടുത്താൽ ഇതേപോലെ പ്ലാന്റ് നശിക്കാൻ വേണ്ടി ചാൻസ് കൂടുതലാണ് കേട്ടോ. ഇനി അടുത്തത് ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ വീട്ടിൽ കരിയില കമ്പോസ്റ്റ് ഒക്കെ, ഞാൻ ഇതിൻ്റെ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട്, നമുക്ക് 2 രൂപത്തിൽ കരിയില കമ്പോസ്റ്റ് റെഡിയാക്കുന്നത്. അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റ് റെഡിയാക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കൂടുതലായിട്ട് പച്ചിലകൾ അതിൽ ഇട്ടൂടെ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇടുന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അതുവെച്ചാൽ നമ്മളെ അടിക്കാടുകളൊക്കെ, മുറ്റത്തെ അടിക്കാടുകളൊക്കെ വെട്ടിയിട്ടുള്ള പച്ചിലകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ എല്ലാ ഇലകളും നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഈ ഇലകളൊക്കെ കൂടുതലായിട്ട് ഇട്ടുകൂടെ എന്നാണ്. അപ്പോൾ നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുക എന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചിലകൾ കൂടുതൽ ഇടേണ്ട. മാക്സിമം പോയി ഒരു 20% വരെ മാത്രം നമ്മൾ അടിക്കാടുകൾ പച്ചിലകൾ ഇട്ടാൽ ഇത് കൂടുതലായിട്ട് നമ്മൾ കരിയിലകളാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഇപ്പോൾ പച്ചിലകൾ നമ്മൾ അല്ലാതെ നമുക്ക് സ്ലറി ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചെടികൾ ചുവട്ടിലൊക്കെ ഇട്ട് കൊടുക്കാനോ ഒക്കെ പച്ചിലകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. അത് കൂടുതലായി ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന ടൈമിൽ കരിയില കമ്പോസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്, അതിലൊരു
ഒരു 20% ഒക്കെ മാത്രം നമ്മൾ പച്ചിലകൾ ആഡ് ചെയ്താൽ മതി കേട്ടോ. അതേപോലെ തന്നെ ആ സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ്, നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് സ്ലറി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുമ്മായം കലക്കി ഒഴിച്ചു കൊടുത്തൂടെ എന്നുള്ളത്. അപ്പൊ കുമ്മായം കലക്കി ഒഴിച്ച് നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ കരിയില കമ്പോസ്റ്റിൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഗുണം കറക്റ്റായിട്ട് അതിന്റെ പോഷകങ്ങൾ ചെടികൾക്ക് കിട്ടിക്കോളും എന്നല്ല, ഒരുപാട് നമുക്ക് നശിച്ചു പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ ജൈവ സ്ലറികൾ അയച്ചാൽ എന്തെങ്കിലും വീട്ടിൽ സ്ലറി ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ചാക്ക് കെട്ടുന്നതിന് മുന്നായിട്ട്. അതേപോലെ തന്നെ നമുക്ക് ചാണകം കരിക്കാതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ WDC കലക്കി വെച്ചതുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ പച്ചവെള്ളവും നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കാം. അച്ഛാ അതിലൊരു ഈർപ്പം നിലനിൽക്കണം എന്നുള്ളൂ. നമ്മൾ കമ്പോസ്റ്റ് റെഡിയാക്കുന്ന ടൈമിൽ നമ്മൾ അതിലൊന്നും കലക്കിയതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കെട്ടി വെക്കാം. എന്നിട്ട് ഒരു 15 ദിവസം കൂടുമ്പോൾ വീണ്ടും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു 40 ദിവസം ആവണം അത് കറക്റ്റായിട്ട് നമുക്ക് കമ്പോസ്റ്റ് വളമായി കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ കുമ്മായം നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്തൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ്, ആ സുഹൃത്തിന്റെ വീട്ടിൽ പച്ചക്കറി കൃഷിയാണ് കൂടുതലുള്ളത്. അപ്പൊ പപ്പായ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ പപ്പായന്റെ ഇപ്പൊ റെഡ് ലേഡി പപ്പായ ഒക്കെ എല്ലാവരും വീട്ടിൽ വെക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ പ്ലാന്റ് വെച്ച് കഴിഞ്ഞാൽ അതിൽ വൈറസ് രോഗം മൊസൈക്ക് രോഗം നല്ല രീതിയിൽ വരുന്നത്. അപ്പൊ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പൊ പപ്പായ തൈയൊക്കെ നമ്മൾ വെക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ പ്ലാന്റ് നമ്മൾ വാങ്ങുകയെന്നുണ്ടെങ്കിൽ നല്ലൊരു നഴ്സറി നമ്മൾ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കട്ടോ. അങ്ങനെ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ വൈറസ് രോഗം മൊസൈക്ക് രോഗം കൂടുതലായിട്ട് വരുന്നത് മൂഞ്ഞ ശല്യത്തിലൂടെ, വെച്ചാൽ മൂഞ്ഞന്റെ ആക്രമണം കൂടുതലാകുമ്പോൾ. അപ്പൊ ഈ നഴ്സറി തുറന്നിട്ട് റോഡ് സൈഡിലൊക്കെ തുറന്നിട്ട് നഴ്സറിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ കൂടുതലായിട്ട് മൂഞ്ഞശല്യം കൂടാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഈ പ്ലാന്റ് നമ്മൾ കൊണ്ട് നട്ട് കഴിഞ്ഞാൽ അതിൽ പെട്ടെന്ന് തന്നെ വൈറസ് രോഗം വരും. അതേപോലെ നമ്മൾ പ്ലാന്റ് നടുമ്പോൾ നമ്മൾ തൊട്ടടുത്ത് പറമ്പിൽ അവിടെയൊക്കെ ഇപ്പോൾ മുരടിച്ച് നിൽക്കുന്ന പപ്പായ ചെടികൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതേപോലെ മറ്റു ചെടികൾ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുമ്പോൾ മുരടിച്ച് നിൽക്കുന്ന വെച്ചാൽ വൈറസ് രോഗം വന്നിട്ട് മുരടിച്ച് നിൽക്കുന്ന മൂഞ്ഞശല്യം കൂടുതലായിട്ട്, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടോ നോക്കാം. അപ്പൊ അതിന്റെ അടുത്തൊക്കെ നട്ട് കഴിഞ്ഞാൽ ഈ വൈറസ് രോഗം പപ്പായയിൽ പെട്ടെന്ന് വരാനും ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ മൂഞ്ഞശല്യം കൂടുതലായിട്ട് നമ്മൾ കൃഷിയിലൊക്കെ വരാതെ കീടങ്ങളെ ശല്യങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ വേപ്പെണ്ണ മിശ്രിതം തന്നെയാണ് കേട്ടോ. അപ്പൊ വേപ്പെണ്ണ മിശ്രിതം അതേപോലെ സോപ്പ് ലായനിയും കൂടി മിക്സ് ചെയ്ത് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 10 ദിവസം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ വൈകുന്നേരങ്ങളിൽ ഇലകളുടെ മേൽഭാഗത്തും അടിഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതൊരു റൊട്ടീനായിട്ട് തന്നെ പോവുക. കഴിച്ച കീടശല്യം ഉണ്ടെങ്കിലും കീടശല്യം ഇല്ലെങ്കിലും നമ്മൾ അത് റൊട്ടീനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളെ ചെടികളിലേക്ക് കൂടുതലായിട്ട് ഈ മൂഞ്ഞശല്യം എലിമുട്ട അങ്ങനത്തെ ഒന്നും കീടശല്യങ്ങൾ കൂടുതലായിട്ട് വരുള്ളൂ. അപ്പൊ ഇതൊക്കെ വരാതിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വൈറസ് രോഗം നമുക്ക് തടുക്കാൻ വേണ്ടിയിട്ടും പറ്റുന്നതാണ് കേട്ടോ. ഇനി അടുത്തൊരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ്, ഇഞ്ചി വിത്ത് മുളപ്പിച്ചിന്. അപ്പൊ തെയ്ത്ത് വന്നിട്ട് ഇപ്പൊ 2 മാസമായി, പക്ഷെ ഇപ്പൊ എല്ലാം മൂടി ചീഞ്ഞു പോയിട്ട് ചെടികൾ വീണ് പോകുന്നു. പക്ഷെ തൈയായി വന്നതിന് ശേഷം മൂടി ചീഞ്ഞു പോയിട്ട് അത് നശിക്കുന്ന, അതെന്താണ് കാരണം എന്നുള്ളത്. അപ്പോൾ ഇഞ്ചി കൃഷിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ഗ്രോ ബാഗിലൊക്കെ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും അമിതമായിട്ട് വെള്ളം പാടില്ല. കൂടുതലായിട്ട് മഴ ഗ്രോ ബാഗിൽ വെച്ചിട്ടുള്ള ഇഞ്ചി കൃഷിയിലൊക്കെ കൂടുതലായിട്ട് മഴ കൊണ്ടു കഴിഞ്ഞാൽ മൂടി ചെയ്യും. അതേപോലെ മറ്റു പ്ലാന്റിനൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന പോലെ ഇഞ്ചി കൃഷിക്ക് നമ്മൾ കൂടുതൽ വെള്ളം കൊടുക്കേണ്ട ആവശ്യമില്ല. 2 ദിവസം കൂടുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. അപ്പൊ വെള്ളം കൂടുതലായിട്ടും അതേപോലെ മഴ നല്ല രീതിയിൽ കൊണ്ടതുകൊണ്ടാണ് ഇത് മൂടി ചീഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതേപോലെ ഇതുപോലത്തെ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് രൂപേണ അതേപോലെ എൻ്റെ വാട്സാപ്പിലായിട്ടും എനിക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. എനിക്കറിയുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടി നൽകുന്നതുമാണ് കേട്ടോ. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. താങ്ക്